പല്ലൊക്കെ പിന്നത്തേക്കാ. ഇപ്പം നമ്മൾ മാളൂന് ബ്രൈറ്റ് ടു ബി നടത്താനായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൾ വിചാരിച്ചത് ഇത് കേക്കാണെന്നാണ്. കാരണം ഇവിടെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്ത ചേച്ചി ഡയറക്റ്റ്ലി ഇവൾക്ക് മെസ്സേജ് അയച്ചു, ഇവളാണ് ബ്രൈഡെന്ന് ഈ ചേച്ചിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഈ ചേച്ചി അത് സർപ്രൈസ് ആണെന്നറിയാതെ ഇവൾക്ക് തന്നെ മെസ്സേജ് അയച്ചു. കാരണം പുള്ളിക്കാരി സർപ്രൈസ് ഇത് കേക്കാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. കേക്കാണെന്ന് വിചാരിച്ച് ഇവൾ വന്നപ്പോഴാണ് ഇവൾ മനസ്സിലാക്കുന്നത് ഇത് ഗിഫ്റ്റാണെന്ന്. ഗേസ് ആ കേക്കല്ലേ, ഞാൻ വിചാരിച്ച ആ ചേച്ചി നിങ്ങൾ രാവിലെ കേക്ക് മുറിക്കാൻ പോവാണ്. ആ അപ്പൊ നിങ്ങൾ ഇതാണോടി നിന്റെ മുത്തച്ഛൻ ദുബായ് ഇതെനിക്ക് തന്നോ കേട്ടോ. കണ്ണാടി ഉണ്ടോ മാളിക്കുട്ടിക്ക്? ആ മാളിക്കുട്ടിയുടെ കണ്ണാടി ഇഷ്ടപ്പെട്ടു. കുട്ടി കണ്ണാടി നോക്കിയിരിക്കാതെ കേട്ടോ. കുഞ്ഞിപ്പെണ്ണൊരു മിടിക്ക് തന്നെ സാരി ഒരു ലുക്ക് ഉണ്ടോ അതോ മുണ്ണയാണോ? ഞാൻ സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേ പുറകെ കിട്ടുന്നത് ഞാൻ മറ്റേ സാധനം മാങ്ങാ മോതിരം ആ സാധനം കമ്മല്. ഈ കമ്മൽ എനിക്ക് മുട്ടായി. ഇതെന്താ സിസ്റ്ററിന്റെ മാല, മോതിരം സിസ്റ്ററിന്റെ മാല. അതെ നല്ല രസമാണ് സിസ്റ്ററിന്റെ അത് വായിച്ചില്ലേ വേണോ സിസ്റ്റർ? ഞാൻ വായിക്കുവാ. ടു മൈ സിസ്റ്റർ. What is a part of feeling alone? It always be connected by heart, no matter what, very fast. ഒരു മിടിക്ക് തന്നെ കേട്ടോ. ഒരു മിടിക്കുക. ഇന്റൻസീവ് ഗ്രീൻ എനിക്ക് തന്നിട്ടുണ്ട് ഡബിന്റെ. ഇതിനകത്ത് നമുക്ക് ഇത്ര സാധനമാണ്. ഇനിയുണ്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ്. എഗെയിൻ ഒരു സ്ക്രഞ്ചി ഉണ്ട്. എനിക്ക് ബോക്സ് ഇല്ല. അതെ എനിക്ക് ബോക്സ് ഉണ്ട്. മത്സരിക്കാം. ഓക്കെ ഇതിപ്പോ എടുക്കാത്ത എന്താന്ന് വെച്ചാൽ കലികൻ കണ്ണാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ. സൂപ്പർ. നന്ദി. നിങ്ങളോടുള്ള പെട്ടെന്ന് ഞാൻ അറിയിക്കും. ഇതൊക്കെ നോക്കേണ്ടതാണോ? കുഞ്ഞുടുക്കും ഇതെന്നെ തീരാറായിരുന്നു. ഇത് അമ്മ എടുത്തു പോലെ. ഓക്കെ നിങ്ങൾ ഇതാ ഉദ്ദേശം. അപ്പൊ നിങ്ങളൊക്കെ റെഡി ആവുന്നില്ലേ? നിങ്ങൾക്ക് റെഡിയോ? അത് വന്നിട്ടില്ലല്ലോ. ഇല്ല അതല്ലേ രാത്രിക്കകത്തിരിക്കുന്നത്. കുഞ്ഞിവിടെ എടുത്ത് രാത്രി ചോദിക്കുവാണേ. എന്നിട്ട് ഇതിന്റെ ഡോർ ഇതിലെ പുറത്തോട്ട് പറയുന്നത്. അങ്ങനെ ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തു ഗ്യാപ്പ് റോഡിൽ പോയിട്ട് നമുക്ക് ഈ കേക്ക് മുറിക്കാം എന്ന് വിചാരിച്ചു. വേറൊരു പ്ലേസ് ഇവിടെ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ അല്ല ഗൈസ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണേ. വീഡിയോ കാണുമ്പോ കണ്ണാടി ആയിട്ട് തന്നെയാണ്. അതുകൊണ്ട് പോവുകയാണെങ്കിൽ പൂ നമുക്ക് അങ്ങനെ നമ്മൾ എല്ലാം ആയിട്ട് ഗ്യാപ്പ് റോഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. വന്നതിന് ശേഷം നമ്മൾ ഡിക്കിയിൽ വീർപ്പിച്ചിട്ട് നമ്മുടെ ബലൂണും പിന്നെ നമ്മൾ ആ ഡിക്കിയിലാണ് നമ്മുടെ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ വ്ളോഗ് എടുക്കുന്നതാണിത്. അങ്ങോട്ട് മാറിക്കോ. നമ്മളങ്ങനെ കാറിലെല്ലാം ബലൂണും അതുപോലെ കുറച്ച് റോസ് പെറ്റൽസ് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോസ് പെറ്റൽസ് നമ്മളവിടെ ഡെക്കറേറ്റ് ചെയ്തത്. കുറച്ച് ഫ്ലവേഴ്സും. കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കേക്കിൻ്റെ ഡെക്കറേഷനാണെങ്കിലും എല്ലാം സെറ്റായിരുന്നു. കേക്കിന് ആ ചേച്ചി സർപ്രൈസ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിവേ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കേക്ക് മറ്റേ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് അത് ഊതിയിട്ടാണ് നമ്മൾ ഡിക്കിലോട്ട് പിന്നെ നമ്മൾ കേക്ക് വെച്ചത്. അവിടെ നിന്നാണ് എന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ബ്രൈറ്റ് ടു ബി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്ന 2 പേരാണ് കുഞ്ഞാവേ അമരൂട്ടനും. അവരാണ് ഈ വീഡിയോയിൽ ത്രൂ ഔട്ടുള്ളത്. ഇനിമേ നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു. ആൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഇങ്ങനൊരു പരിപാടി. കാരണം തലേദിവസം എല്ലാവരും വീട്ടിൽ വരുന്ന ടൈമിലാണ് മാളുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം പോയത് കേട്ടോ. അപ്പോൾ അവൾ ഒരിക്കലും ഇത് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ അവൾ എൻ്റെ അടുത്ത് കോൾ വിളിക്കുമ്പോഴാണല്ലോ എപ്പോഴും പറയായിരുന്നു അതൊക്കെ ഒരു ബ്രൈറ്റ് ടു ബി വെക്കണം, പൊന്നിനില്ലേ ബ്രൈറ്റ് ടു ബി എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അന്നേ പ്ലാൻ ചെയ്തതാണ് അവൾക്ക് അങ്ങോട്ട് ബ്രൈറ്റ് ടു ബി കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും സൗദിയിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ വാങ്ങി ഈ ഗിഫ്റ്റ് ബോക്സ് വരെ സെറ്റാക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം അവൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാം ഗൈസ്.
അതിന് ഓരോ ഫോട്ടോ ഫ്രെയിം ഒക്കെ തരണമെന്നുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. എന്തിനാ ഗിഫ്റ്റാ? ഞാനൊരു ഗിഫ്റ്റ് അല്ലേ കിട്ടാൻ നടക്കാൻ സമയമില്ല ആൾക്കൂട്ട് അതൊക്കെ ഇല്ല. ഇത് വെറും പ്ലേറ്റ് ഞാൻ പിച്ചക്കാരൻ. വീഡിയോയുടെ പറയില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് ഇടാനുള്ളതായിരിക്കും. കൈ കൊട്ടി കിട്ടിയ കിട്ടിക്ക അവന്റെ കളിച്ച നീ വരലക്ഷ്മി അവനോട് കളിക്കുവായിരുന്നു. അവനോട് അറിയാം കളിച്ച നീ വരലക്ഷ്മിയായി. നമ്മൾ കേക്ക് കട്ട് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ചെറിയ ടീ സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ ചായ കുടിച്ചു, മാഗി കഴിച്ചു. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഒരു ഭാഗം അവർക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നീ വീഡിയോ എടുക്കാൻ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ചായക്കടയിലോട്ടാണ്. എപ്പോഴും ചായ കുടിക്കാൻ ഈ മാളൊക്കെ. തട്ടുകട ഇതാണോ? ഒരു ടീ സ്പോട്ട് അത്. അപ്പൊ അവിടെ ഒരണ്ണനെ നമ്മൾ വഴി വെച്ച് കണ്ടു. ആ അണ്ണൻ നമ്മളെ തിരിച്ചറിഞ്ഞു. മാളുവിന്റെ കല്യാണം അറിഞ്ഞപ്പോ മാളുവിന് എന്തെങ്കിലും സ്നാക്സോ ചായയോ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോവാട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കട, സൺസെറ്റ് വ്യൂ പോയിന്റ് അടുത്തുള്ള ചായക്കട. മുന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ എന്നിട്ടുണ്ട് ഈ സ്പോട്ട്. പിടിച്ചോ. ഇതേതാ അമലൂട്ട സ്ഥലം? ഈ കട ഭയങ്കര അടിപൊളി ഒരു കടയായിരുന്നു കേട്ടോ. കാരണം കടയുടെ ഭംഗിയും പിന്നെ ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ചായ കുടിക്കാനും വൈകുന്നേരം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും അടിപൊളി സ്പോട്ടാണ്. പക്ഷേ ഇവിടെ ഏതോ പ്രകൃതി വിരുദ്ധൻ തീയിട്ട് ഗൈസ്. ഇങ്ങനെ അല്ലായിരുന്നു ശരിക്കും ഈ കട. ഒന്ന് തീയിട്ട് അത് ഫുള്ള് കത്തിപ്പോയിട്ട് അവർ പിന്നെ ഒന്ന് സെറ്റപ്പാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ പെരുകനാൽ വഴി എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ടീ സ്പോട്ടായിരിക്കും ഇത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്, പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ആരെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഷോപ്പ് റെക്കമെൻഡ് ചെയ്യാം. ഇതാണ് ആ ചേട്ടൻ, ഇതാണ് ആ ചേച്ചി, ഇവരുടെയാണ് ഈ കട. അങ്ങനെ നമ്മൾ അവിടുന്ന് നാരങ്ങാവെള്ളം കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മളെ കാത്ത് ഒരുപാട് പേര് വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. കാരണം കല്യാണത്തലേന്നാണ് ഗൈസ്. അപ്പോൾ കല്യാണത്തലേന്നിൻ്റെ വീഡിയോ ഞാൻ സൂൺ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിൽ ദെൻ ബൈ.